ഹരിനാമകീർത്തനത്തിലേക്ക് സ്വാഗതം. ഇക്കണ്ട വിശ്വമതും ഇന്ദ്രാദിദേവകളും അർക്കേന്ദുവഗ്നികളോടൊപ്പം ത്രിമൂർത്തികളും അഗ്രേ വിരാട് പുരുഷ നിന്മൂലമക്ഷരവും ഓർക്കായി വരേണമിഹ നാരായണായ നമ. വൈവിധ്യമാർന്ന് കാണപ്പെടുന്ന ഈ വിശ്വവും ഇന്ദ്രൻ മുതലായ ദേവതകളും സൂര്യൻ, ചന്ദ്രൻ, അഗ്നി തുടങ്ങിയവയും ത്രിമൂർത്തികളും എല്ലാം ചേർന്ന് തെളിഞ്ഞു പ്രകാശിക്കുന്ന അലയോ വിരാട് പുരുഷ, അങ്ങേക്കും കാരണമായി വിളങ്ങുന്നതും അക്ഷരമായതുമായ ബ്രഹ്മധ്യാനം എന്നിൽ ഉണ്ടാകണം എന്നാണ് ഈ ശ്ലോകാർത്ഥം. നാശരഹിതമായ ബ്രഹ്മത്തിന്റെ ഉപാസന ക്ഷിപ്രസാധ്യമായ ഒന്നല്ല. അദ്വൈത ഭാവത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നിരവധി ഭേദഭാവങ്ങളെ ഇല്ലാതാക്കേണ്ടതുണ്ട്. പ്രാപഞ്ചികരായ മനുഷ്യർക്ക് ഈ പ്രപഞ്ചമെന്ന വൈവിധ്യം സത്യമെന്ന പോലെ അനുഭവപ്പെടുകയും ചെയ്യുന്നു. അപ്പോഴെങ്ങനെയാണ് ഈ വൈവിധ്യങ്ങളെയെല്ലാം മറികടന്ന് ഏകതയുടെ സത്യബോധത്തിലേക്ക് എത്തുക? അതിനുള്ള മാർഗമാണിവിടെ വിരാട് പുരുഷ ഉപാസന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വ്യത്യസ്തങ്ങളായി കാണുന്ന ഈ പ്രപഞ്ചത്തിലെ എല്ലാം തന്നെ ഒരൊറ്റ ജഗതീശ്വരന്റെ ശരീരാവയവങ്ങൾ ആണ് എന്ന് നിശ്ചയിച്ച് ഉറപ്പിക്കുക. അതായത് വിശ്വമായി കാണപ്പെടുന്നതെല്ലാം ചേരുന്നതാണ് വിരാട് പുരുഷൻ. നാം കാണുന്ന ഓരോന്നും ഈ വിരാട് പുരുഷന്റെ അവയവങ്ങളാണ്. ഉദാഹരണം, അഗ്നിയാണ് വായ, സൂര്യനാണ് നയനേന്ദ്രിയം, രാത്രിയും പകലും കൺപോളകൾ, ജലമാണ് നാക്ക്, നദികൾ നാഡികളും വൃക്ഷങ്ങൾ രോമങ്ങളുമാണ്. ഇങ്ങനെ സർവത്തിലും ഈശ്വരീയത ദർശിക്കുക എന്നതാണ് ആദ്യപടി. ഇതാണ് വിരാട് പുരുഷോപാസന. തുടർന്നു വേണം ഈ പ്രത്യക്ഷമായിരിക്കുന്ന വിരാട് പുരുഷന്റെ കാരണമായി വർത്തിക്കുന്ന അക്ഷരബ്രഹ്മത്തിലേക്ക് എത്തിച്ചേരുന്നത്. ആ ബ്രഹ്മത്തെക്കുറിച്ചുള്ള സ്മരണ കൊണ്ട് മനസ്സ് എപ്പോഴും സജീവമാകണം. ഇവിടെ കവി മനസ്സിന്റെ പ്രയാണം കാണാവുന്ന അറിയാവുന്ന സംഗതികളെ വിട്ട് അനന്തവും അനാദിയുമായ പരമകാരണത്തിലേക്കാണ്. ഹരിനാമകീർത്തനം എന്ന ഈ ലഘുകൃതിയിലൂടെ ഉയർന്ന വിധാനങ്ങളെയാണ് എഴുത്തച്ഛൻ ആവിഷ്കരിക്കുന്നത്. സുവ്യക്തതയിൽ നിന്ന് അവ്യക്തതയിലേക്കും അതുവഴി ആത്യന്തിക സത്യത്തിലേക്കും അനുവാചകരെ കവി നയിക്കുകയാണ് ഇവിടെ.